Welcome to Shahi Effect. പിതാക്കന്മാർക്ക് സ്റ്റേജിലേക്ക് കയറാനുള്ള വഴി ഒരുക്കി കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അഭിനന്ദ പിതാക്കന്മാർക്ക് സ്റ്റേജിലേക്കുള്ള വഴി ഒരുക്കി കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രതിഷേധം ഇപ്പോൾ ഇവിടെ എത്തിയ ശേഷം ആ റിബണുകളെല്ലാവരും സഭ അഴിച്ചു മാറ്റുക. അതിനുശേഷം നടന്നുകൊണ്ട് പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട യുവജനത്തിന് വേദിയിലേക്ക് എത്താമെന്ന് ഓർമ്മിക്കുകയാണ്. വികാരിജനമാരായ മോച്ചിങ്ങോ ആറ്റുണ്ടാവും. വൈദികർക്കും സന്യസ്തർക്കും സഹായ സഹകരണങ്ങളും നൽകി ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന അഭ്യന്യ അദ്ദേഹം കേരള സംസ്ഥാനത്തിലെ KCBCയുടെ പ്രസിഡന്റാണ്. അതോടൊപ്പം തെക്കേടം സന്നിഹിതനാണ്. ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച വ്യക്തിയാണ് അഭിനന്ദ ജോൺ തെക്കേടം. മനുഷ്യരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ജാഥ സംഘടിപ്പിച്ചത് നമ്മുടെ 3 റീത്തുകളിൽപ്പെട്ട രൂപതകളും അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെയും സമാനമായി ചിന്തിക്കുന്ന എല്ലാവരേക്കും ഉൾച്ചേർത്തുകൊണ്ടാണ്. ഇന്ന് നമ്മളോടൊപ്പം തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ഈ രാജ്ഭവനിലേക്കുള്ള മാർച്ചില് ആർജവത്തോടുകൂടി പങ്കെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സന്യാസിനി സഹോദരിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെയേറെ വേദനയോടും ദുഃഖത്തോടുമാണ് നമ്മൾ ഇന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ രംഗത്ത് കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ കേരള സർക്കാരിനെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന രാജ്ഭവന്റെ മുമ്പിലേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. ഈ പ്രതിഷേധ റാലിയിൽ സംബന്ധിക്കണം. എന്നിട്ട് അദ്ദേഹം സ്വയം തന്റെ സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളന വേദിയില് നമ്മളോടൊപ്പം സന്നിഹിതരായിരിക്കുന്നത് മർത്തോമ സഭയുടെ കൊല്ലം, തിരുവനന്തപുരം ഭദ്രാസനങ്ങളുടെ അഭിമന്യ ഐസക് മാർ ഫീലിക്സിനോസ് പിതാവാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു ദിവസം കൊണ്ട് നടത്തുന്ന ഈ പരിപാടിക്ക് ഇന്നലെ വൈകുന്നേരം തന്നെ അദ്ദേഹത്തിന്റെ ഈ നടപടി പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന തൊഴിലിൽ നിന്ന് പുറത്തുകൊണ്ടുവരിക മാത്രമല്ല, ചാർജ് ചെയ്തിരിക്കുന്ന മുഴുവൻ കേസുകളും അന്യായമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ
നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ അനുവദിച്ചു നൽകുന്ന ആ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിൽ നിന്ന് ഈ സഹോദരിമാരെ വിരമിക്കാൻ സാധിക്കും. അത്തരം നടപടി ബഹുമാനിയായ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത് ശരിയായ നടപടിയല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. യഥാർത്ഥത്തിൽ ഭരണകൂടം തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ഉത്തരവ് കൈയേറ്റമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ധീരമായി പ്രതികരിക്കാതിരുന്നാൽ എന്തും ഈ രാജ്യത്ത് ആരോടും ചെയ്യാമെന്ന ഒരു സമീപനം വളർന്നു വരും. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ അഭിമന്യ ക്രിസ്തുദാസ് പിതാവും അതോടൊപ്പം തന്നെ പിന്നാലെ സംസാരിക്കുന്ന അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യ കടത്ത് തുടങ്ങിയ വളരെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.